ഞാൻ വിട്ടുപോയി. Okay, start. Okay, good evening all. Good evening. Good evening, ma'am. Good evening. Good evening all. Okay, thank you. അപ്പോൾ ഇന്ന് വെൽമൈറ്റ്.in കണ്ടക്ട് ചെയ്തിരിക്കുന്ന NLP വർക്ക്ഷോപ്പിന്റെ 5th ഡേ ആണ് ഇന്ന്. എല്ലാവരും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒത്തുകൂടാൻ ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എൽവിസ് സാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ഹീലിംഗ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വളരെ സന്തോഷകരമായിട്ട് നമ്മളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് പര്യവസാനം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വണ്ടർഫുൾ സെഷനുമായിട്ട് എൽവിസ് നമ്മളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് നല്ല കുട്ടികളായി ലാസ്റ്റ് വരെ ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കുക. ഓക്കെ എൽവിസ് പ്ലീസ്. Thank you, Sapna. So, എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കുവോ സാധിക്കുമെങ്കിൽ? സർ, ഞാൻ സന്തോഷാണ്. ഒരു 3 മിനിറ്റ് എടുക്കും വീട്ടിൽ വരാനായിട്ട്. ക്യാമറ ഓൺ ചെയ്തോളാം കേട്ടോ. മതി മതി മതി. യെസ്, നമ്മൾക്ക് ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നത്, ഇഷ്ടപ്പെട്ടതോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴാണ് അത് ശരിക്കും ഉള്ളിലേക്ക് എടുക്കുന്നത്? ഉള്ളിൽ മനസ്സിൽ പതിഞ്ഞു എന്ന് എപ്പോഴാണ് നമുക്ക് തോന്നുക? എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? പിന്നെ ഓർക്കും അതിനെപ്പറ്റി. ഓർക്കുന്നു, ഓക്കെ. ചിന്തകള്, പിന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഇമോഷൻ ഉണ്ടാവും, ഒന്നുകിൽ സന്തോഷം അല്ലെങ്കിൽ സങ്കടം നമ്മൾ അനുഭവിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. 5 ഇമോഷൻസിൽ ഏത് വേണമെങ്കിലും, 5 ബേസിക് ഇമോഷൻസിൽ ഏത് വേണമെങ്കിലും ആകാം. യെസ്, വെരി ഗുഡ്. പിന്നെ ആ മൊമെന്റ് നല്ലതാണെങ്കിൽ ആ മൊമെന്റ് വീണ്ടും ഉം. ലൈഫിൽ ഉണ്ടാവാൻ അതേപോലെ വരാൻ ആഗ്രഹിക്കും. ഓക്കെ, ആഗ്രഹങ്ങൾ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം. യെസ്, ആകാംക്ഷ, അതിലേക്ക് വരാനായിട്ട്, എത്താനായിട്ട് വീണ്ടും. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഈ ചിന്തകൾ വരണമെങ്കിലും ഈ ആകാംക്ഷ വരണമെങ്കിലും, ഹലോ അംബിക ചേച്ചി, സോ നമ്മൾക്ക് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന ഒരു കാര്യം തിരിച്ച് വീണ്ടും അത് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ, പിന്നീട് വീണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്: ഫീലിങ്സ്. ഫീലിങ്സും ഇമോഷൻസും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് കണ്ട് ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഫീലിങ്സും ഇമോഷൻസും. നിങ്ങളിൽ പലവരും ട്രെയിനേഴ്സ് ആകാൻ താല്പര്യപ്പെടുന്നവരുണ്ട്, പലവര് എന്താ പറയാ ഇൻസ്പിറേഷൻ ആവാനായിട്ട്, കോച്ചസ് ആവാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫീലിങ്സും ഇമോഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കാം? ബേസിക് ആണിത്. തെറ്റിക്കോട്ടെ, തെറ്റുത്തരം പറഞ്ഞു, ഫുൾ ലൈസൻസ് തന്നു. ഫീലിങ്സിന്റെ ഔട്ട്പുട്ട് ആണോ ഇമോഷൻസ്? ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം, ബട്ട് അത് ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു അർത്ഥമാണ്. കുറച്ചും കൂടി ഒന്ന് ചകഞ്ഞു നോക്കിക്കേ. ലൈൻ കറക്റ്റ് ആണ്, ചിന്ത വന്നിരിക്കുന്നത് കറക്റ്റ് ആണ്, പക്ഷെ അത് കുറച്ചും കൂടി ബ്രോഡർ ആസ്പെക്റ്റിലാണ്. നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീലിങ്സും ഇമോഷൻസും സിനോണിംസ് ആയിട്ട്, പര്യായം പോലെ നമുക്ക് കിട്ടുന്ന വാക്കുകളാണ്. പക്ഷെ അതിനൊരു വലിയ ഓവറോൾ എന്തോ പറഞ്ഞു. ഫീലിങ്സ് ഓവറോൾ ആയിട്ടുള്ള ഒരു ഇതാണോ ടോട്ടൽ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ? ഇമോഷൻസ് ചെറുതായിട്ടും, ഇമോഷൻസ് മീൻസ് കുറച്ച് ആ ഒരു നമുക്ക് ഇപ്പൊ സാഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അങ്ങനെയുള്ള ആൻസൈറ്റി അങ്ങനെ വരുന്നത് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്ന അങ്ങനെയാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ സമ്മതിച്ചു തരാം. ഫീലിങ്സ് ബാധിക്കുകയാണോ, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണോ? രണ്ടും എഫക്റ്റ് ചെയ്യും. ഫീലിങ്സ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന
എന്തെങ്കിലും ഉം, ഒരു കാര്യത്തിൽ നിന്നാണ് ഫീലിങ്സ് കൂടുതൽ ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. ഉം. നമ്മളെ ബാധിക്കാത്ത ഒരാള് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ആവണമെന്നില്ല. ഉം. പക്ഷെ നമ്മൾക്ക് അല്ലെ അങ്ങനെ വരാം. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഒരു ഉം. സിനിമ കണ്ടാൽ പോലും നമുക്ക് ഇമോഷൻ ആവാം. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ലെങ്കിൽ പോലും ആ ടൈമിൽ നമ്മൾ ഇമോഷൻ ആവും. ഒരു ബ്രോഡർ ആസ്പെക്റ്റിലേക്കാണ് അത് വരുന്നത്. ബട്ട് ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൻസർ ആണത്. വറിയാണോ വിഷമം? അതും അതൊരു ഫീലിംഗിലെ ഒരു ഭാഗമാണ്, ഒരു ഘടകമാണത്. വറി എന്ന് പറയുന്നത് ആങ്സൈറ്റി അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു ഘടകമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് എത്ര സെൻസസ് ഉണ്ട്? 5. 5 ബേസിക് സെൻസുകളാണ്. പക്ഷെ 1000+ സെൻസറി എൻഡ്സ് ഉണ്ട് നമുക്ക്. സെൻസറി എൻഡുകൾ, സെൻസറി ടിപ്സ് നമുക്ക് 1000+ ആണ്. ഓക്കെ, ബട്ട് നമ്മൾ 5 ബേസിക് സെൻസിനെയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, വിഷ്വൽ, ഓഡിറ്ററി, കിനെസ്തെറ്റിക്, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, 5 എണ്ണം. ഓക്കെ, ഈ 5 എണ്ണം നമ്മൾക്ക് ഒരു സംഭവം നടക്കുമ്പോൾ, ഇപ്പോൾ ഞാനും റിയാസ് സാറും കൂടി നല്ല ഇടിയാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇടിക്കാൻ റെഡി ആയിട്ടിരിക്കണേ, റിയാസ് സാർ അവിടെ ഇടിക്കാൻ റെഡി ആയിട്ടിരിക്കണേ. ഒരു എന്താ പറയാ, ആ ഇടിക്കുമ്പോ വാടാ, വാ നീ ഇടുവാ തരഞ്ഞ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ പാടെ തന്നെ ഞാൻ എന്തൊക്കെയാ കാണുന്നത്? റിയാസ് സാറിന്റെ ദേഷ്യം കാണുന്നുണ്ട്, ആ പൊസിഷൻ നിൽക്കുന്നത്, സ്റ്റാൻസ് എടുത്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു ഇത് വാ തരാ നിനക്കിട്ട് എന്നുള്ള പറയുന്ന ആ ഒരു സംഭവം. അപ്പൊ എന്തായി? വിഷ്വലായി, ഓഡിറ്ററി ആയി, അല്ലേ? ഒറ്റയടിക്ക് അടിപൊട്ടി. ഒരു ഇടി എനിക്കിട്ടും കൊണ്ടു, ഒരു അടി റിയാസ് സാറിനിട്ടും കൊണ്ടു. ഓക്കെ, കൊണ്ടപ്പോ എന്തായി? പ്രഷറും ഇന്റൻസിറ്റി പട്ടാഷ്. നല്ലൊരു ഇടിയാണ് എനിക്ക് കിട്ടിയെങ്കിൽ കുറച്ച് ചോരയൊക്കെ എനിക്ക് ചോക്കാം, അല്ലേ? അപ്പൊ എന്തായി? ഗസ്റ്റേറ്ററി ആയി, അല്ലേ? ചോര നമ്മ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മണക്കാനും കിട്ടും. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും? IV ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടോ? IV ഡ്രിപ്പിൽ ആന്റിബയോട്ടിക്സ് ഇട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയപ്പോ? ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇട്ട പാടെ നമുക്കൊരു സ്മെല്ല് ഡിഫറൻസ് നമുക്ക് തോന്നാറില്ലേ? പക്ഷെ അത് സാധാരണ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നാറില്ലല്ലോ. അപ്പൊ ഇടാത്ത ആൾക്കാർക്ക് തോന്നാറില്ലല്ലോ. അത് ഹോസ്പിറ്റലിന്റെ മണമാണ് കിട്ടുന്നത്. പക്ഷെ പാരസെറ്റമോളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സിന്റെ ഡ്രിപ്പ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷെ അത് എന്താ ഇങ്ങനെ വരുന്ന സ്മെല്ലല്ലല്ലോ, ഇന്റേണല്. അപ്പോ ചൊവ വന്നു കഴിഞ്ഞാലും നമുക്ക് സ്മെല്ല് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ ഈ ഒരു 5 സെൻസിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന മോമെന്റ്സ് നമുക്കൊരു ഫീലിംഗ് തരും. ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റ് മൈൻഡ്, അതായത് കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് ആ ഫീലിംഗ് ആവുന്നത്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഫീലിങ്സ് എന്ന് മനസ്സിലാവുന്നത്. അതായത് നമുക്ക് പറയാം, ഐ ആം ഹാപ്പി, ഐ ആം ജോയ്ഫുൾ, ഐ ആം ആംഗ്രി, ഐ ആം ഡിസ്ഗസ്റ്റഡ്, വെറുപ്പ്. അങ്ങനെ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റും. അതാണ് ഫീലിങ്സ്. ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മെമ്മറീസിൽ നിന്നും പാറ്റേൺസിൽ നിന്നും നമ്മളുടെ ബോഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറച്ച് ഫീലിങ്സ് ആണത്. നമ്മൾക്ക് അറിയില്ല അത് പറഞ്ഞുതരാൻ. അൺകോൺഷ്യസ് മൈൻഡിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾ ഇമോഷണൽ ആകുന്നത്, ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നത്, ഒരു ബന്ധം ഇല്ലാണ്ടിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളില്ലേ? എന്തോ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മൾ വെറുതെ ചിരിക്കുന്നു, വെറുതെ ദേഷ്യം കയറുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ. അതിനെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് തോട്ട്സിൽ നിന്നും വരുന്നതാണ്, പഴയ മെമ്മറീസിൽ നിന്നും സ്റ്റോർ ചെയ്ത് വരുന്ന ഫീലിങ്സ് ആണ്. അൺകോൺഷ്യസ്ലി നമ്മൾക്ക് വരുന്നതാണ് ഇമോഷൻസ്. ഓക്കെ, ഇതാണ് വ്യത്യാസം. അപ്പോ നമ്മൾക്ക് ഒരു കാര്യം, ഒരു ഇവന്റ് ശരിക്കും നടക്കുവാണെന്ന് നമുക്ക് എപ്പോഴാ തോന്നുക? ഫീലിങ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ.
മാനിഫെസ്റ്റ് ചെയ്യുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കുക. നമ്മളുടെ പ്രപഞ്ചം നമ്മൾക്ക് വേണ്ടി എല്ലാം കാര്യങ്ങൾ ചെയ്തു തരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഓൾറെഡി നടക്കുന്നുണ്ട്. അത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ അതായിട്ട് അലൈൻ ചെയ്യണം. ഇത് അലൈൻ ചെയ്യണമെങ്കിൽ ചിന്ത മാത്രം കാര്യമുണ്ടോ? ഫീലിങ്സ്. ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തോ, നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചിന്തയുടെ കൂടെ ഫീലിങ്സ് വേണം. അത് ഫീല് ചെയ്യണം, ശരീരത്തിൽ ഫീല് ചെയ്യണം. അതായത് ഐ ആം മാനിഫെസ്റ്റിംഗ് സംതിങ്, അതെനിക്കിപ്പോ ഫീല് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്രത്തോളം അത് ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക്. എനിക്കിപ്പോ ഞാൻ പറയുവാണ്, നമ്മ പറയില്ലേ ഡോക്ടേഴ്സ് മിറക്കിൾ വർക്ക് എന്നൊക്കെ. എന്തുകൊണ്ടാ? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ സ്റ്റേജ് 4 ക്യാൻസറിൽ, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഓക്കെ, ബയോപ്സിക്ക് കൊടുത്തു, സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻവേസീവ് സർജറി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ട്യൂമർ അല്ല, ക്യാൻസർ ഓൾറെഡി പടർന്നു. അതായത് ഓവറീസിലേക്ക് ബാധിച്ചു, ഓവറീസിൽ നിന്നും സ്റ്റമക്കിലേക്കും ബാധിച്ചു. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഒരു ടൈം ആയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഹോപ്പ് കൈവിടും എന്നുള്ള രീതിയിലായി വീട്ടുകാരെല്ലാവരും. ഓക്കെ, വീട്ടുകാർക്കും ഓൾറെഡി ഹോപ്പ് പോയി. പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞെന്താ അറിയോ? പോകാനുള്ളതാണെങ്കിൽ പോകും, ഇപ്പൊ തൽക്കാലമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യണം. അപ്പൊ എന്താ, ഞാൻ അതിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഞാൻ നന്നാകും, നന്നായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരത്തി ആ ഒരു മൈൻഡ് സെറ്റിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫീലിങ്ങിലാണ് നിന്നത്. ഞാൻ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ പോകാറുണ്ട് പുള്ളിക്കാരത്തിയുടെ, എൻ്റെ ഫ്രണ്ടിന്റെ വീടായത് കാരണം. അപ്പോൾ അവിടെ പോകുമ്പോൾ പുള്ളിക്കാരത്തി നോർമൽ റൂട്ടീനിൽ നിന്നും മാറി ഒരു കാര്യവും ചെയ്യുന്നില്ല. പുള്ളിക്കാരത്തി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്നത് സ്വയം വേണ്ടിയിട്ടല്ല. പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കണ, ദൈവമേ എൻ്റെ പ്രശ്നം മാറ്റി തരണേന്നല്ല പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കണത്. പുള്ളിക്കാരത്തി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ദൈവമേ എനിക്ക് നല്ലവണ്ണം വരുത്തണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. അത് എവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. ദൈവമേ എനിക്ക് നല്ലവണ്ണം വരുത്തണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ണം കിട്ടും. ദൈവമേ എനിക്ക് നല്ലവണ്ണം വരുത്തണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് വരിക, അല്ലേ? ഇത്ര ഉള്ളു വ്യത്യാസം. നിങ്ങൾക്ക് അത് ഫീല് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. നമ്മൾ പറയും ഹോസ്പിറ്റൽസ് കൂടുതൽ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഒരു സ്ഥലമാണ്, ദേവാലയങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽസ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി കുറച്ച് തെറ്റാണ്. നമ്മൾ പ്രാർത്ഥിക്കണം എന്താ, എൻ്റെ പ്രശ്നം മാറ്റി തരണേന്നാണ്. അപ്പൊ നമ്മളുടെ ഫോക്കസ് എവിടെയായി? പ്രശ്നങ്ങളിലേക്കായി. അപ്പൊ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താ? നല്ലത് വരുത്തണേ. നല്ലത് വരുത്തണേനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് എന്തായിട്ട് എങ്ങനെ പറയാം? വാക്കുകളിന് അത്രയും വിലയുണ്ട്. നല്ല ആരോഗ്യം, എനിക്ക് സുഖം തരണേ, സുഖപ്പെടുത്തണേ. സുഖപ്പെടുത്തണേ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴും പ്രോബ്ലം ഫോക്കസ്ഡ് ആണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ സാധിക്കണേ എന്നുള്ളതാണ്. അപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല എന്നിലാണ് ഫോക്കസ് വരുന്നത്. നല്ല ആരോഗ്യം തരണേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സന്തോഷവും ആരോഗ്യം തരണേ എന്ന് പറയുമ്പോ ഇപ്പൊ ഇല്ലാന്നാണ് വരുന്നത്. സന്തോഷം, സമാധാനം, ഇതൊക്കെ പിന്നെ ആരോഗ്യം നിലനിർത്തി തരണേ. വെരി ഗുഡ്, അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു പ്രശ്നമില്ലേ? ആരോഗ്യം കുറവുള്ളപ്പോ ഈ ആരോഗ്യം നിലനിർത്തി തരണേ എന്ന് പറഞ്ഞാൽ ആ അസുഖത്തിന്റെ അവസ്ഥയല്ലേ നിലനിർത്തി തരൂ? ആരോഗ്യമില്ല. നമ്മൾക്ക് ബേസിക് നമ്മളുടെ ചിന്താഗതി എന്താ? ആരോഗ്യം നല്ലതാണെന്നുള്ളതല്ലേ? അതെ, അല്ലേ? അതെ. അസുഖത്തിന് അസുഖമായിട്ടും ആരോഗ്യം നല്ലതാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് വേർഡ്സും നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്, മനസ്സിലായോ? അപ്പോ പോസിറ്റീവ് വേർഡ്സിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പറയാൻ, അഫർമേഷൻ നമുക്ക് പറയാം. അതിൽ പറയേണ്ടത് പോസിറ്റീവ് കൊണോട്ടേഷൻ ഉള്ള വാക്കുകളാണ്. മനസ്സിലായോ? അതാണ് വ്യത്യാസം. മനസ്സിലായോ? എനിക്ക് സുഖപ്പെടുത്തി തരണേന്നായിരിക്കരുത്, നിലനിർത്തി തരണേ. പണ്ടത്തെ ഓർമ്മകൾ പോലെ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. അത് ചെയ്യാനായിട്ട് നീ സാധിച്ചു തരും, സാധിക്കും, എനിക്ക് സാധിക്കുന്നുണ്ട്, അതിൻ്റെ രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. വലിയ സെന്റൻസ് ആയിക്കോട്ടെ,
ബട്ട് അതെപ്പോഴും ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഉം. ഒരു കണ്ടിന്യൂസ് മോഷനിലായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഒന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വരുന്നത് പ്രയർ? ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എളുപ്പം മറക്കുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, എനിക്കത് സാധാരണ രീതിയിൽ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ട് വേണം അത് വരാൻ. ഇപ്പൊ നിലനിർത്തി തരണേ എന്ന് പറയുമ്പോ ആ വ്യക്തിക്ക് ആ. മുൻ അസുഖമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് വെക്കുക. ഉം. അപ്പൊ ആള് അപ്പോഴും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പ്രയർ ചെയ്തിരുന്നത്. ജനിച്ച പാടെ തന്നെ നമ്മൾക്ക് അസുഖമില്ല. ഡയഗ്നോസ് ചെയ്യുന്നവരെ നമുക്ക് അസുഖമില്ല. അതെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ നമ്മൾക്ക് അല്ല, അസുഖം ഉള്ളത്. മുൻ അസുഖം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അത് മാറി ഉം. ഇപ്പോ ബെറ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോ മുന്നത്തെ പോലെ എന്ന് പറയുമ്പോ ആ അസുഖത്തിന്റെ അവിടെ അത് വരുന്നില്ലേ പാസ്റ്റില്? മനസ്സിൽ എന്താ വരുന്നത്? മനസ്സ് ഫോക്കസ് എവിടെയാ വരുന്നത്? ആരോഗ്യം എന്ന് പറയുമ്പോൾ മനസ്സ് ഫോക്കസ് വരുന്നത് പണ്ടത്തെ അസുഖത്തിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെങ്കിലും അതിലായി ഫോക്കസ് വരും. നമ്മളിപ്പോ ഫോക്കസ് ഉള്ളത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഫോക്കസ് വരുന്നത് ഇപ്പോ ആ ആരോഗ്യം നന്നായ ഒരു സമയമില്ലേ, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായ ഒരു സമയമില്ലേ നല്ലത്, അത് രണ്ടും അലൈൻ ആകുമ്പോഴാണ് നമ്മൾക്ക് പോസിറ്റീവ് കൊണോട്ടേഷനിൽ നമുക്ക് പറയാൻ പറ്റുക. നേരത്തെ ഇപ്പോ സന്തോഷ് സാറോ അല്ലെങ്കിൽ നീതു പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒരു ഇവന്റ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ പറയുന്നത്. ആരോഗ്യം തരണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് ആണ് അവസാനം. ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് നല്ല ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ കൊടുക്കണമെന്ന് മാത്രം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീ ബ്യൂട്ടിഫുൾ ആണ്. യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് മെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടായില്ലേ? ഒരു മോസ്റ്റ് മാത്രമേ ഞാൻ കയറ്റിയിട്ടുള്ളൂ, പക്ഷെ അതിന്റെ അർത്ഥമേ മാറിയില്ലേ? കണ്ടും നോക്കിയിരുന്നിട്ട് യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് എവർ മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒറ്റ വാക്കിന്റെ വ്യത്യാസമുള്ളൂ, ആള് ഫ്ലാറ്റ് അല്ലേ? അതാ. അപ്പൊ വാക്കുകൾ യൂസ് ചെയ്യുന്നതിൽ അത്രയും ഈ വെറുതെ ഒന്നുമല്ല കവിയും കവിയത്രിമാരും ഉണ്ടാവുന്നത്. കവിത എഴുതാൻ ആർക്കും പറ്റും, മനസ്സിൽ തൊടാനായിട്ട് വളരെ ചുരുക്കം ആൾക്കാർക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വാക്കുകൾക്ക് വിലയുണ്ടെന്ന് നമ്മൾ NLPയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇൻസ്റ്റൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വേണം. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ലൈഫ് ഹിസ്റ്ററി ലോഗ് എഴുതിയപ്പോൾ 5 പോസിറ്റീവ് ഇൻസ്റ്റൻസ് എഴുതാൻ പറഞ്ഞത്. 5 പ്യുവർ പോസിറ്റീവ് ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ? അതായത് അതിന് ഒരു അംശം പോലും നെഗറ്റീവ് ഉണ്ടാവരുത്. ഞങ്ങളുടെ അവിടുത്തെ ക്ലയന്റ് NLPക്ക് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു പോസിറ്റീവ് ഇൻസ്റ്റൻസ് എടുത്തു. നമ്മൾ സബ്മോഡാലിറ്റി ഹീലിംഗ് ചെയ്ത പോലെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് റീലീവ് ചെയ്തു. എല്ലാം ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സ്പ്രഷൻ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇടക്ക് വെച്ച് ചെക്കൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. പുള്ളിക്കാരൻ എടുത്തത് എന്താ അറിയോ? പഴയ ഗേൾഫ്രണ്ടിന്റെ കഥയാ. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായ സമയം. പക്ഷെ അവസാനം ഒരു എന്താ പറയാ ഇൻസ്റ്റൻസ് മൂലം ആ കുട്ടി വേറൊരു എന്താ പറയാ, ഞാൻ സാധാരണഗതിയിൽ പറയില്ല, ട്രാജഡി അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ ആരെയും കുറ്റം പറയില്ല. സ്പ്ലിറ്റ് ആകേണ്ടി വന്നു. സ്പ്ലിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെക്കൻ ലാസ്റ്റ് വരെ റിലീവ് ചെയ്തേക്കുന്നത് എന്താ? സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടുള്ള ജീവിതം മൊത്തം ബ്രേക്കാ, ബാഡാ. അവിടെ വെച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ പ്യുവർ പോസിറ്റീവ് ഇൻസ്റ്റൻസ് വേണം നമ്മൾ ഫീലിങ്സിനോട് എടുക്കാൻ വേണ്ടി. ഞാൻ എന്തിനാ ഇത് പറയാൻ കാരണം, നമ്മൾ എപ്പോഴും പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണമെന്ന് തോന്നി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് സാർ, നെഗറ്റീവ് ഒരു കുട്ടി ഉറങ്ങുന്നു. ആ ഒരു കുട്ടി ഇതിനകത്ത് ഉറങ്ങുന്നുണ്ടേ. ഉം. എനിക്ക് ഒന്ന് വിളിച്ചുണർത്തല്ലോ. അംബിക ചേച്ചി, ടീച്ചർ വളരെ ക്ഷീണിതയായിട്ട് അതെ അതെ, കുഴപ്പമില്ല, ഉറങ്ങിക്കോട്ടെ. പക്ഷെ അനിൽ സാറെ, അംബിക ചേച്ചിനെ ഒന്ന് വിളിച്ചിട്ട് ഉറങ്ങാനായിട്ട് പറയാവോ? കഴുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേദന അതാ എടുക്കും. അതാ കഴുത്ത് ചരിഞ്ഞ്. ഞാൻ വിളിച്ചോളാം. ആ യെസ്. സോ നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ നെഗറ്റീവ് ഇൻസ്റ്റൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് കരയാൻ പാടില്ലേ? കരയണം. പക്ഷേ എങ്ങനെ കരയണം? അത് അന്ന് പ്രോസസ്സ് ചെയ്യാം, കുറച്ച് ദിവസം പ്രോസസ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും നമ്മൾ അതിൽ വിഷമത്തിലിരിക്കരുത്. അതിനൊരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കി എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ഇന്ന് ജനിക്കണമെങ്കിൽ നാളെ മരിക്കണം. നമ്മളുടെ കൂടെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ കൈ പിടിച്ച് നടക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ കൂടെയുള്ള ഓരോ മതങ്ങൾ പറയുന്ന പോലെ മരണമാണ്. ഡെത്ത് ഇസ് അവർ കമ്പാനിയൻ ഫ്രം ബർത്ത്. ബർത്ത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഫ്രം കൺസെപ്ഷൻ. അണ്ടവും ബീജവും ഒന്നായി സൈഗോട്ട് ആകുമ്പോൾ, ഒരു പുതിയ ലൈഫ് തുടങ്ങുമ്പോൾ, അവിടെ വെച്ച് നമ്മളുടെ കൂടെ കൈപിടിച്ച് നടക്കാൻ ഡെത്ത് മാത്രമേ ഉള്ളൂ, മരണം മാത്രമേ ഉള്ളൂ നമ്മളുടെ കൂടെ, വേറെ ആരുമില്ല. അപ്പോൾ അത് നമ്മളുടെ സ്വന്തം എന്ന് പറഞ്ഞ പോലെ, നമ്മളുടെ അവകാശം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളത് നേരിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, സോ അതിനോടുള്ള ഫീലിങ്സ് നമ്മൾക്ക് അതുപോലെ ആയിരിക്കണം. സോ നമ്മൾ ലൈഫ് ജീവിക്കുമ്പോൾ ഒരു റിഗ്രറ്റും ഇല്ലാണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അല്ലാണ്ട് ഡെത്തിന് ആക്സെപ്റ്റൻസ് കൊണ്ടുവരിക എന്നുള്ളതല്ല. അതിൻ്റെ ഇപ്പുറത്തുള്ള അർത്ഥം ഇതാണ്: ലൈഫ് റിഗ്രറ്റ് ഇല്ലാണ്ട് ജീവിക്കുക. നമ്മൾക്ക് ഒരിക്കലും എന്താ പറയാ, ആർത്ത് വിളിച്ച് കരയാനായിട്ടുള്ള മെയിൻ കാരണം എന്താ? റിഗ്രറ്റ് ഉള്ളതുകൊണ്ടായിരിക്കുള്ളൂ. റിഗ്രറ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളെ വിട്ടുകൊടുക്കാനോ ഒരാൾക്ക് അവരുടെ ലൈഫ് ആക്സെപ്റ്റൻസ് ചെയ്യാനായിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. റിഗ്രറ്റ് വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ദാറ്റ് ഈസ് ദ ബേസിക് തിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഫുൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഒരു പ്യുവർ പോസിറ്റീവ് ഇൻസ്റ്റൻസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ നോക്കുക. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞ് റീലിവ് ചെയ്യുമ്പോൾ ഞാൻ ആങ്കർ ചെയ്യാൻ പറയും. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നങ്കൂരം ഇടുക. നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിട്ടുണ്ടോ? കപ്പല് നിർത്താൻ വേണ്ടിട്ട്. ആ, കപ്പല് നിർത്തിയിടാനോ അല്ലെങ്കിൽ ഒരു ടൈഡ് വരുമ്പോഴത്തേക്കും സേഫ് സോൺ ആക്കി ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നങ്കൂരങ്ങൾ, അല്ലേ? ചില ടേൺ പൊസിഷൻസ് എടുക്കാനും നങ്കൂരങ്ങൾ യൂസ് ചെയ്യാറുണ്ട് സ്റ്റോം ടൈമിൽ. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ബോഡിയിൽ കിനസ്തെറ്റിക് ഭയങ്കര കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും കുറവാണെങ്കിലും ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അല്ലേ? ചില പിള്ളേര് ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടോ? അതായത് സൈഡിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? കാല് ഇങ്ങനെ പെൺപിള്ളേർ ഇങ്ങനെ മുടിയിട്ട് കാണിക്കണത് ഉത്തരം പറയുമ്പോഴോ? ആണുങ്ങൾ ഇത് ഇങ്ങനെ കാണിക്കണത് കണ്ടിട്ടുണ്ടോ? ടീച്ചർമാരാണെങ്കിൽ ഇത് പ്രത്യേകം അറിയാൻ പറ്റും. പാരന്റ്സ് ആണെങ്കിൽ ശരിക്കും പഠിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ഇതെന്താ സംഭവം? ബോഡിയിലുള്ള ആങ്കേഴ്സ് ആണ് നങ്കൂരങ്ങൾ. നമ്മൾക്ക് ബൈ ബർത്ത് കിട്ടുന്ന കുറച്ച് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് മൈൻഡായിട്ട്. എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാനായിട്ട് ബോഡി എളുപ്പത്തിൽ തരുന്ന കാര്യങ്ങളാണ്, ചലിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഉത്തരം പറയൂലേ ചിലവര്? ഇതെന്താ? അപ്പോ
ആങ്കർ. ആ ഞാൻ ഇപ്പോഴാണ് ഞാൻ ആങ്കറിന്റെ കാര്യം പറഞ്ഞത്, നങ്കൂരം എന്ന് പറഞ്ഞത്. ഇത് ഞാൻ നാളെ കാണിച്ചാലും നിങ്ങൾ ഇത് പറയും ആങ്കർ എന്നുള്ളത്. കാരണം ഇത് ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ 1 മിനിറ്റ് ഞാൻ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ബോഡി ആങ്കർ, ബോഡി ആങ്കർ, ബോഡി ആങ്കർ, ബോഡി ആങ്കർ, ബോഡി ആങ്കർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടൂലേ ഞാൻ നോക്കട്ടെ. ഇത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. ഓക്കെ. സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു വന്നു, പിന്നെ അംബിക മേഡം ഉറങ്ങാണെന്ന് പറഞ്ഞു, പിന്നെ അതിന് വിട്ടുപോയി. എന്തായിരുന്നു അതായത് മാനിഫെസ്റ്റേഷൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു, ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് പോലും നമ്മളെ ബാധിക്കരുത് എന്നുള്ളത്. അതിന്റെ അർത്ഥം നമ്മൾ കരയരുത് എന്നുള്ളതല്ല, നമ്മൾ അതിൽ ഇരിക്കരുത് എന്നല്ല. ഫീലിങ്സ് വരുന്നതെല്ലാം നമ്മൾ അറിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് കളയണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുത്ത് തീർത്ത് വെക്കരുത്. അതായത് ഈ പോകുന്ന സാധനം ഇവിടെ തോളിലിരിക്കട്ടെ, ഇവിടെയുള്ള സാധനം ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ പോകുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാണ്ട് വരുന്നത്. ഓക്കെ. ഒന്നുകൂടെ ക്ലാരിറ്റി ആക്കാവോ? കാരണം ഞാൻ മുന്നേ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള ആളാ, അതുകൊണ്ട് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം നമ്മൾക്ക് കണ്ടീഷനിങ് തിയറി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ചെറുപ്പം തൊട്ട് നമ്മൾക്ക് ചിന്തകൾ ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞ, ഇപ്പൊ കിട്ടണം, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അതാണ് ബേസിക് ആയിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്. അത് നമ്മളുടെ ഉള്ളിലേക്ക് കെട്ടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫീലിങ്സ് പ്രോസസ്സ് ചെയ്ത് കളയാൻ പഠിക്കണം. ഫീലിങ്സ് പ്രോസസ്സ് ചെയ്ത് കളയാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇവന്റ്സ് പ്രോസസ്സ് ചെയ്ത് കളയാനും പോസിറ്റീവ് ഇവന്റ്സ് പ്രോസസ്സ് ചെയ്ത് ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പഠിക്കണം. അതിനുള്ള ഒരു എക്സസൈസ് ആണ് ഇന്ന്. നിങ്ങൾക്ക് ഇനി ഒരു നെഗറ്റീവ് ഇവന്റ് വരുമ്പോൾ സങ്കടപ്പെടാനുള്ള ഒരു പരിധി വരെ നിങ്ങൾക്ക് സങ്കടപ്പെടാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കേണ്ടത്, റിഗ്രറ്റ് തീർക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവിലേക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൊണ്ടുവരണം. ലൈഫിനെ ലൈഫായിട്ട് കാണാൻ പഠിക്കണം. ലൈഫ് വിൽ ഓൾവേസ് ഹാപ്പൻ. യു ആർ നോട്ട് സ്പെഷ്യൽ, ഐ ആം നോട്ട് സ്പെഷ്യൽ, ബട്ട് യു ആർ യുണീക്ക് ഇൻ യുവർ ലൈഫ്. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു പ്യുവർ പോസിറ്റീവ് ഇൻസ്റ്റൻസ് എടുത്ത് അതിനെ സബ് മൊഡാലിറ്റീസ് ഇട്ട് റീലിവ് ചെയ്ത് നമ്മൾ അതിനെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാക്കി മാറ്റും നമ്മുടെ ലൈഫിൽ. നിങ്ങൾക്ക് ആങ്കർ ഇടുക എന്ന് ഞാൻ ലാസ്റ്റ് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദീ വിരലില്ലേ, റിംഗ് ഫിംഗർ, റിംഗ് ഫിംഗറും തമ്പും, ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ ഈ റിംഗ് ഫിംഗറും തമ്പും കൂടി ഒരുമിച്ച് ഇതാക്കുക. ഇത് കൂടുതലും ഡാൻസ് മൂവ്സ്, ഡാൻസിൽ ഭരതനാട്യത്തിലാണ് കൂടുതൽ ഇത്. യോഗയിലുണ്ട്. എന്തോ യോഗയിലുണ്ട്. യോഗയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത് യൂസ് ചെയ്യാറുണ്ട്. ഡാൻസിലാണെങ്കിൽ ഇതും ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മുദ്രയാണ്, ഇതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മുദ്രയാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഫിംഗേഴ്സ് ആണ് ഇത് മൂന്നും. സോ ഇവിടെ നമ്മൾക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഹാപ്പി ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ചെയ്യാം. രണ്ട് കൈ വേണോ സാറേ? വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പൊ നമ്മള് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നമ്മള് ഹാപ്പി മൊമെന്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതല്ലല്ലോ നമ്മൾക്ക് ഗോളല്ലേ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഒരു സംഭവം ഇത് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ അല്ല, ഇത് മാനിഫെസ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോ മുന്നുണ്ടായ ഹാപ്പി മൊമെന്റ് ആണോ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എടുത്തിട്ട് നമ്മൾ അത് ആങ്കർ ചെയ്ത് വെക്കുന്നു. ആങ്കർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് അമർത്തി കഴിഞ്ഞ് ഒന്ന് കണ്ണടയ്ക്കോ അല്ലെങ്കിൽ കണ്ണടക്കാണ്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പൊതുവെ നിങ്ങൾക്ക് അന്നുണ്ടായ ഫീലിങ്സ് നിങ്ങൾക്ക് വരാം. ആ ഹാപ്പി മൊമെന്റിൽ ഉണ്ടായ ഫീലിങ്സ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരാം. ഇപ്പോ കുട്ടികൾ ഇങ്ങനെ പറയുന്ന പോലെ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞ് ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആണ് പുറത്തേക്ക് എടുക്കുന്നത്. അതാ വ്യത്യാസം.
ഓക്കെ. ഷൈനി ചേച്ചി പൂച്ച അവിടെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാരും ഒന്ന് വീഡിയോയിൽ വരണമല്ലേ സാറേ? അത് വന്ന് കിടന്നു. അല്ലേ സാറേ? കുഴപ്പമില്ല. എന്തോ വീഡിയോയിൽ വന്നാൽ നല്ലതല്ലേ? ആ യെസ്. ഓക്കെ നിങ്ങൾ സാർ. ആരെയും പേടിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെയും പേടിക്കുന്നേ? എന്നെ? തെറ്റിപ്പോവും ഞാൻ പറയുന്നത് എന്തോ ശരിയാവോ എന്നുള്ള ഒരു തോന്നല്ല. നമ്മൾക്ക് പറയുന്നത് ശരിയല്ലെങ്കിൽ എന്തോ പറ്റും? നോക്കിക്കേറ്റു. അടിക്കാനായിട്ട് ഞാൻ വരുമോ? ഇല്ല. തെറ്റണം, തെറ്റി ശീലിക്കണം. തെറ്റി ശീലിച്ചാലേ ശരി എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇരുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് വെളിച്ചം എന്താന്ന് മനസ്സിലാവുന്നത്. സന്തോഷം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം സങ്കടം എന്താണെന്ന് മനസ്സിലാവണം. എന്നാലേ നമ്മൾക്ക് അപ്പുറത്തുള്ള വശം നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ്. ഇപ്പൊ ഒരാൾക്ക് എപ്പോഴും സന്തോഷമാണെങ്കിൽ അയാൾക്ക് സന്തോഷമാണെന്ന് എങ്ങനെ അറിയാം? എന്താ യഥാർത്ഥത്തിൽ സന്തോഷം? സോ തെറ്റണം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, രണ്ടാൾക്കാരുടെ മുമ്പിൽ ഇപ്പോ സേഫ് സോണിൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, തിരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പുറത്ത് സമയത്ത് നിങ്ങൾക്ക് തെറ്റാണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, തെറ്റിച്ച് എന്നെ പറഞ്ഞു. തൊലിക്കട്ടി നമ്മളിപ്പോ ഒരു ഹാപ്പി മൂമെന്റ് നമ്മളിങ്ങനെ ആങ്കർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ വേറൊരു ഹാപ്പി മൂമെന്റിനെ ഇങ്ങനെ ആങ്കർ ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി. ചോദിച്ചത് വേറൊന്നും കണ്ടല്ല, ഞാൻ ഒരുപാട് ഈ പറയുന്ന ഇമോഷൻസ് എല്ലാം വളരെ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ പോലും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഈ ഹാപ്പി മൂമെന്റിൽ വലിയ തുള്ളിച്ചാടുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ആലോചിച്ചിട്ട് ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പല കാര്യങ്ങളും എടുക്കാം, പക്ഷെ ഒരു ടൈം പ്രോസസ് ചെയ്യുമ്പോൾ ഓരോന്നേ പ്രോസസ് ചെയ്യുക, അത്രേ ഞാൻ പറയുള്ളൂ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരെണ്ണം ആങ്കർ ചെയ്ത് വെച്ചാൽ നമുക്ക് വേറൊരെണ്ണം എടുത്ത് ആങ്കർ ചെയ്യാൻ പറ്റുള്ളൂ, പല ആങ്കേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞു തരട്ടെ. എന്റെ ആങ്കേഴ്സ് ഇവിടെയുമാണ്. ഇവിടെ 4 ഇവിടെ 3 ഞാനിത് അമർത്തി കഴിയുമ്പോൾ എനിക്ക് പൊതുവെ തോന്നുന്ന ഫീലിംഗ് ഒരു റെസ്റ്റ് കിട്ടും. എൻ്റെ പാൽപിറ്റേറ്റിംഗ് ഹാർട്ടിന് ഒരു റെസ്റ്റ് കിട്ടും. ഹാർട്ട് ബീറ്റ്സ് നോർമൽ ആവും. ഇവിടെ എനിക്കൊരു സമാധാനം, ഭയങ്കര, എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, ഒരു വലിയൊരു ആശ്വാസമാണ് ഇവിടെ. ഓക്കെ. എൻ്റെ മസിൽ ടോൺസ് റിലാക്സ് ആവും. ഓക്കെ. പിന്നെ ഉള്ളത് എൻ്റെ ബ്രെത്ത് ഒന്നും കൂടി ഫോക്കസ്ഡ് ആവും. ഓക്കെ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്ന ഒരു സംഭവമാണ് പ്ലസന്റ്. അതായത് ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. കാരണം ഈ പറയുന്ന കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ ആങ്കർ ചെയ്ത് പല സമയങ്ങളിലാണ് ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിത് പറയുമ്പോൾ എനിക്ക് ചിരി വരും ചില സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിട്ട് ചെയ്യണത്. നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ആങ്കേഴ്സ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് യൂസ് ചെയ്യുന്നത് എനിക്ക് പേടിയുള്ള സമയത്ത്, എനിക്ക് 10-14 ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ഈ സ്റ്റേജ് ഫിയർ വരുമ്പോ ഞാൻ ആങ്കർ ചെയ്തിട്ട് ഞാൻ പോകുന്നത്. തൊട്ട് മുമ്പ് തന്നെ ആങ്കർ ചെയ്യും. എൻ്റെ പാൽപിറ്റേഷൻസ് മെല്ലെ സ്റ്റോപ്പായി നോർമൽ രീതിയിലാവും. മനസ്സിലായോ? അപ്പോൾ ആങ്കേഴ്സ് നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്യുവർ പോസിറ്റീവ് എടുത്ത് നമ്മൾ അതിനെ ആങ്കർ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പൊ ഞാൻ ആങ്കർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ആ ആങ്കർ ഫോക്കസ് ചെയ്ത് വെക്കുക. ആ ഫീലിങ്സിൽ ഇരുന്ന് ആങ്കറിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിങ്ങിലേക്ക് തന്നെ വരും. ഇനി രണ്ടാമത്തെ കാര്യം, വന്നില്ലാന്നിരിക്കട്ടെ, വന്നില്ലെങ്കിൽ നിങ്ങൾ ആ ആങ്കറിനെ വീണ്ടും റീഎൻഫോഴ്സ് ചെയ്യാൻ പഠിക്കുക. ഇത് അമർത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കി എടുക്കുവാണ്. ഇത് അമർത്തുമ്പോൾ ഇത് വരണം, ഇത് അമർത്തുമ്പോൾ ഇത് വരണം. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലുണ്ടെങ്കിലും അതിന്റെ എക്സ്ട്രീം അനുഭവിക്കാണ്ട് നിങ്ങൾക്ക് ഇത് അമർത്തുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായോ?
അപ്പോ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ? നമുക്ക് ഓൾറെഡി ഫെൽറ്റ് ആയിട്ടുള്ളത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ ആവശ്യമുള്ള ഒരു കാര്യം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ പറയുന്നത് അനുഭവിച്ച, അത് സന്തോഷം അനുഭവിച്ച ഒരു ഇവന്റ് എടുക്കാനായിട്ടാണ്. ഓക്കെ. സർ പറഞ്ഞില്ലേ ഇപ്പൊ ഈ വിരലില് 4 ഇവിടെ 3 ആണെന്ന് പറഞ്ഞു, അത് മനസ്സിലായില്ല. അതായത് പല പല ഇമോഷൻസ് ആണോ? പല പല ഇമോഷൻസ് അല്ല, പല പല ഫീലിങ്സ് ആണ്. അതായത് ഞാൻ അനുഭവിച്ച ഫീലിങ്സ്. അതായത് ഇതിന്റെ അകത്ത് ഞാൻ ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എനിക്ക് എന്താ പറയാ, ഫസ്റ്റ് എൻ്റെ 12th പരീക്ഷ ഞാൻ പാസ്സായി എന്ന് അറിഞ്ഞപ്പോൾ, 50% മാത്സിന് പാസ്സായി എന്ന് അറിഞ്ഞപ്പോൾ, അതാണ് എൻ്റെ ബെസ്റ്റ് മൂമെന്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ MSW, അതായത് എൻ്റെ നോർമൽ ലിമിറ്റിംഗ് ബിലീഫിൽ നിന്ന് ഞാൻ മാറിയ ഒരു കാലഘട്ടം, അത് 2. 3, ഞാൻ NLP പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ. ഓക്കെ. 4, എൻ്റെ MSW തീർത്ത് കഴിഞ്ഞപ്പോൾ. 4 ഇവന്റുകൾ ഇവിടെ. അതുപോലെ തന്നെ സമാനമുള്ള ഹാപ്പി ഫീലിങ്സ് ഉള്ള 3 ഇവന്റുകൾ വേറെ. ഈ 4 എണ്ണം ഞാൻ പല സമയങ്ങളായിട്ടാണ് ഇതിലോട്ട് ചേർത്തിട്ടിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് ആ ഇവന്റ് റീലിവ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാൻ റീലിവ് ചെയ്ത് ഞാൻ അതിലോട്ട് വീണ്ടും ഞാൻ കൊടുത്തിടുന്നതാണ്. ഓക്കെ. ആങ്കർ റിലീസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ മെല്ലെ കൈ റിലീസ് ചെയ്താൽ മതി. ഓക്കെ, ഡൺ, റെഡി? Yes, sir. Okay. സോ ക്രോസ് ലെഗഡ് പൊസിഷൻ പാടില്ല, കൈ കെട്ടിയിരിക്കരുത്, ഓപ്പൺ പോസ്റ്റേഴ്സ്, കൈയെല്ലാം റിലാക്സ് ചെയ്ത് ലൂസ് ചെയ്തിടുക. കണ്ണാടി നിങ്ങൾക്ക് വേണ്ട ഇനി അടുത്ത 15 മിനിറ്റ്. എനിക്ക് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, മുഖമൊക്കെ കണ്ടാൽ മതി. ഓക്കെ. ഫോൺ കയ്യിൽ പിടിക്കണ്ട, ഫോൺ താഴ്ത്തി വെച്ചു. നമ്മൾ NLPയിൽ ഒരിക്കലും നമ്മൾക്ക് തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് വരരുത്. ഇനി നിങ്ങൾ അടുത്ത അങ്ങനെയല്ല, സൈഡിൽ കൂടി നടന്നു പോക്കോട്ടെ, അത് ആരാണെങ്കിലും നടന്നു പോക്കോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മളെ തൊട്ട് കഴിഞ്ഞാലും നമ്മൾ നമ്മളുടെ രീതിയിൽ ചിന്തകളിൽ ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. കണ്ണ് തുറക്കരുത്, ഞാൻ പറയുന്നവരെ കണ്ണ് തുറക്കരുത്. ഓക്കെ. റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു റിയാക്ഷൻ തന്നെ. ഓക്കെ, യെസ്. അംബിക ചേച്ചി, ഹലോ. ഹലോ. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം പ്രോസസ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ, നല്ല ഉറക്കം കിട്ടും. ഓക്കെ. എന്താണ് ഇന്ന് നല്ല ഉറക്കം വരുന്നത്? അതെ, ഇതെല്ലാം കേട്ട് നല്ല റിലാക്സേഷൻ ആയതുകൊണ്ടായിരിക്കാം. ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു, അതായിരുന്നു. പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഞാൻ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ ഇതൊന്നും ഓർക്കണേ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയണേ. വിനീത, റെഡി? യെസ് സർ. ഓക്കെ. മെല്ലെ കണ്ണുകൾ അടച്ച് ശ്വാസം എടുത്ത് വിട്ടേ. ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് അത്ര അധികം സന്തോഷിച്ചിരിക്കുക. എനിക്ക് ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എൻ്റെ മനസ്സായിട്ട് സംസാരിക്കാൻ. ആ ഒരു ഫീലിംഗിൽ, ബ്യൂട്ടിഫുൾ ഫീലിംഗിൽ പ്രസന്റ് ആയിട്ടിരിക്കുക. Feel that beautiful feeling. I am able to communicate with my mind.
നിങ്ങളുടെ ലൈഫ് ഹിസ്റ്ററി ലോഗിൽ എഴുതിയിരിക്കുന്ന ആ പ്യോർ പോസിറ്റീവ് ഇൻസിഡന്റ് ഒരെണ്ണം ചൂസ് ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ആ പ്യോർ പോസിറ്റീവ് ഇൻസിഡന്റ്, ആ പ്യോർ പോസിറ്റീവ് ഇവന്റ്, ആ പോസിറ്റീവ് ഇൻസിഡന്റ് നടന്ന അതേ സ്ഥലം കണ്ടേ, see the same place. അതിൽ ഉൾപ്പെട്ട വ്യക്തികളെയും കണ്ടേ, അതേ സാഹചര്യം സൃഷ്ടിച്ചേ അത് നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന പോലെ കണ്ടേ. see the same situation. അന്ന് കേട്ട അതേ ശബ്ദങ്ങൾ ഇപ്പോൾ എന്ന പോലെ ഫീൽ ചെയ്തേ. feel the same feelings, hear the same sound. അന്ന് നിങ്ങൾ കടന്നുപോയ അതേ വികാരങ്ങൾ ഇപ്പോൾ എന്ന പോലെ ഫീൽ ചെയ്തേ. feel the same feeling of that positive incident. ആ പ്യോർ പോസിറ്റീവ് ഇൻസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നടക്കുന്നു. ഒരു ചലച്ചിത്രം പോലെ അത് നിങ്ങളുടെ മുമ്പിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ അതിമനോഹരമാക്കുക, അതിന് ബ്രൈറ്റ്നെസ് കൂട്ടുക, അതിന്റെ തിളക്കം കൂട്ടിക്കൊണ്ടുവരിക, ഓരോ പോയിന്റ് വെച്ച് കൂട്ടിക്കൊണ്ടുവരിക. അതിന്റെ ബ്രൈറ്റ്നെസ് കൂടുമ്പോ ആ ചലച്ചിത്രത്തിന്റെ അതിന്റെ റെസല്യൂഷൻ കൂടുന്നത് കാണുക, അതിന്റെ ക്ലാരിറ്റി കൂടുന്നത് കാണുക, അതിന്റെ ഫീലിങ്സ് ഉള്ളിലേക്ക് എടുക്കുക, അതിന്റെ കളറുകളിലേക്ക് ശ്രദ്ധിക്കുക. അന്ന് നടന്ന കാര്യത്തിന്റെ വെട്ടിത്തിളങ്ങുന്ന കളറുകൾ കൊടുക്കുക, ഉള്ള കളറുകൾ അതിമനോഹരമാക്കുക. നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ HD ക്ലാരിറ്റിയിൽ എന്ന പോലെ നല്ല രസത്തിന് നിങ്ങളുടെ രണ്ട് ചെവിയുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന പോലെ കേൾക്കുക. ചിരിയായിക്കോട്ടെ, സംസാരങ്ങളായിക്കോട്ടെ, നിങ്ങൾ അന്ന് ചിരിച്ച കാര്യങ്ങൾ എല്ലാം അടുത്ത് നിന്ന് കേൾക്കുന്ന പോലെ ഇരു ചെവിയുടെ അടുത്ത് തന്നെ റെസൊണേറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അന്ന് അനുഭവിച്ച അതേ ഫീലിംഗ്, ആ ടെമ്പറേച്ചർ, ആ ഊഷ്മളത, ആ തണുപ്പ്, അതിന്റെ മനോഹരമായ ചൂട് എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കൊണ്ടുവന്നേ. ശരീരത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ഫീൽ ചെയ്തേ. അതിന്റെ പ്രഷർ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ സുഖമുള്ള മർദ്ദം, അത് ശരിക്കും ഒന്ന് അനുഭവിച്ചറിഞ്ഞേ. Feel it. Feel it in your veins. Feel it in your body. Feel it happening for you right now. Feel that beautiful feeling. നിങ്ങൾ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉള്ളിലേക്ക് എടുത്തേ. അതിന്റെ അങ്ങേ അറ്റത്തില് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയി അനുഭവിച്ചറിയുമ്പോ മെല്ലെ നിങ്ങളുടെ കൈകൾ രണ്ടും എടുത്ത് ആങ്കർ ചെയ്തേ. ആ ഫീലിംഗ് ആ ഒരു ബോഡി പോയിന്റിലേക്ക് ആങ്കർ ചെയ്തേ. ആ ആങ്കറിലേക്ക് എല്ലാ ഫീലിങ്സ് കൊണ്ടുവന്നേ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ഫീലിങ്സും ആ ബോഡി പോയിന്റിലേക്ക് ആങ്കർ ചെയ്തിട്ടേ. ഇതിനോട് പറയുക, ഇനി മേലിൽ ഞാൻ ഇത് രണ്ടും അമർത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ബോഡി പോയിന്റ് അമർത്തുമ്പോൾ അതിന്റെ പ്രഷർ എനിക്ക് ഈ ഒരു ഫീലിംഗ് തരണേ. നീ എനിക്ക് ഈ ഫീലിംഗ് തരണം. ഞാനിത് അനുഭവിക്കും. ഈ നല്ല ഒരു ഫീലിംഗ് ഞാൻ അനുഭവിക്കും.
I am talking to my mind. Make this feeling worth it. എല്ലാ അർത്ഥത്തിലും എനിക്ക് ഈ ഫീലിങ്സ് മുമ്പിലേക്ക് പോകുമ്പോ അമർത്തുമ്പോ എനിക്ക് തരണം. എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പിൽ ഞാൻ ഇരിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എന്റെ ഉണ്ടായ വിശ്വാസം ഞാൻ കൂടുതലാക്കുന്നു. I am happy. I am so glad. I am so grateful. I love myself and I love this feeling. ആ ഫീലിംഗിൽ മുഴുകിയിരിക്കുക. മെല്ലെ ആങ്കറുകൾ വിടുക. ബോഡി പോയിന്റ് ആങ്കേഴ്സ് മെല്ലെ വിടുക. എന്നിട്ട് ആ ഫീലിംഗിൽ തന്നെ ഇരിക്കുക. തിരിച്ചിപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിച്ചേ. മെല്ലെ become aware. രണ്ട് കൈകളും കൂട്ടി തിരുമ്മി കണ്ണുകളിലേക്ക് വെക്കണം. ചൂടുകൾ അറിയുക. Yes, very good. Beautiful. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഹലോ. ഹലോ. യെസ്. ഹലോ. ഇനി മെല്ലെ ഒന്ന് കണ്ണടച്ചേ എല്ലാരും. മെല്ലെ കണ്ണുകൾ അടച്ചേ. നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്ത ആ ആങ്കർ, ആ ബോഡി ആങ്കർ, അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് അമർത്തിക്കേ. ആ ബോഡി ആങ്കറിലേക്ക് ഒന്ന് അമർത്തിക്കേ. യെസ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫീലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഉള്ളിലേക്ക് കൊണ്ടുവരിക. മെല്ലെ കണ്ണുകൾ തുറന്നേ. ആങ്കർ വിട്ടേ. ഇനി ഇതിൽ എത്ര പേർക്ക് വീണ്ടും ആങ്കർ ചെയ്തപ്പോ ആ ഫീലിംഗ് തന്നെ വന്നു? പക്ഷെ മനസ്സിൽ അത് തന്നെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അതന്നെ ആവശ്യം. ഇതാണ് ഞാൻ പറഞ്ഞോ അത് ആലോചിക്കാനായിട്ട്. ഇപ്പൊ തന്നെ അത് തിരിച്ചു കിട്ടണോന്നുണ്ടെങ്കിൽ മനസ്സിലായോ? ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ആ ആങ്കറിനെ വീണ്ടും 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 നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പവർഫുൾ ആയിക്കൊണ്ടിരിക്കും സർ ഓരോ പ്രാവശ്യം. നിങ്ങൾക്ക് ഇപ്പൊ അനുഭവിക്കുന്ന ഫീലിംഗ് എന്താ? ഒന്ന് പറഞ്ഞേ വേഗം. വാട്ട് ഈസ് എ ഫീലിംഗ്? ഹാപ്പിനെസ്. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ്. ഷൈനി ചേച്ചി? Happiness. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് വിനീത. ഗോഡ് ബ്ലെസ്. സോ ബേസിക്കലി ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിലേക്ക് നിന്ന് ഫോക്കസ് ചെയ്ത് നെഗറ്റീവിലേക്ക് പോകാനാ ചാൻസ് കൂടുതൽ. കാരണം എവല്യൂഷണറി ബ്രെയിൻ പ്രകാരം നമ്മൾ അങ്ങനെയാണ്. സോ നമ്മൾക്ക് ഇങ്ങനെ ആഞ്ഞു പിടിച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കാനായിട്ട് നമുക്കൊരു ആവശ്യമുള്ള ഒരു സാധനം വേണം. അതാകണം നിങ്ങളുടെ ആങ്കർ. നമ്മൾക്ക് എപ്പോഴാ, ഞാൻ ചോദിക്കട്ടെ, ഒരു കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ ജീവിതത്തില് ജയം തോൽവി അതാണോ ഉള്ളത്? ഇത് രണ്ടും മാത്രമുള്ള ഓപ്ഷൻ? അല്ല. പിന്നെന്താ?
കേട്ടില്ല. എന്താ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഷനി ചേച്ചി അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ, കുഴപ്പമില്ല. അതിലൊരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് സാർ. പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. എക്സ്പീരിയൻസ് അല്ല, ചെയ്യാൻ പറ്റും. സമനില എന്ന് പറയുന്ന ഒരു സംഭവം ജയവുമില്ല തോൽവിയില്ല, അല്ലെങ്കിൽ അത് അതൊരിക്കലും ലൈഫിലില്ല. ഇല്ല. അത് സമനില വരുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്ക് ഡിസ്പെയർ വരുന്നത്. അതായത് വെരി ന്യൂട്രൽ ലൈഫ് ജീവിക്കുമ്പോൾ നമ്മൾക്ക് റിഗ്രറ്റും ഇല്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു എക്സ്ട്രീമും നമ്മൾ എത്തിയില്ല എന്നുള്ള ഒരു സങ്കടം പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതില്. അതുകൊണ്ടാണ് എന്റെ ഫിലോസഫിയിൽ ഞാൻ പറയും സമനില ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, 2 എക്സ്ട്രീം പോയിട്ട് വേണം അതിലേക്ക് എത്താൻ. 2 എക്സ്ട്രീം അറിഞ്ഞിരിക്കണം. ജയം നല്ലതാണ്, തോൽവി എപ്പോഴാ ശരിക്കും സംഭവിക്കുന്നത്? ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. തോൽവി എപ്പോഴാ ശരിക്കും നടക്കുന്നത്? എപ്പോഴാ നമ്മൾ ശരിക്കും തോൽക്കുക? അതിൽ നിന്ന് പിന്തിരിഞ്ഞു ആ ഒരു നമ്മുടെ വിശ്വാസം തകരുമ്പോ. വെരി ഗുഡ്, വെരി ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോപ്പ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പ്രത്യാശ, ഹോപ്പ്. ഹോപ്പിന്റെ ഒരു അംശം പോലും ഇല്ലാണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റു എന്ന് വരിക. അതായത് ഒരിച്ചിരി പോലും ഹോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള എല്ലാ കഴിവുകളുണ്ട്. ഈ ഹോപ്പ് എപ്പോഴാ കൈവിടുക? നമ്മൾക്കൊന്നും വർക്ക് ചെയ്യില്ല എന്നറിയുമ്പോഴാണോ? അല്ല, നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളപ്പോ ആണ് നമ്മൾക്ക് ഹോപ്പ് കൈവിടുന്നത്. വ്യത്യാസം എന്താ? നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് കയ്യിൽ? ഒന്ന് പറയാമോ? നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്? റിസോഴ്സ് എന്നൊക്കെ പറയുമ്പോ പേടിച്ചൊന്നും പോകണ്ട. വായു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വായു, ജലം, പോരട്ടെ. ആരോഗ്യം, ആരോഗ്യം, ഇനിയും പോരട്ടെ. പണം, പാർപ്പിടം, ജോലി ചെയ്യാനുള്ള കഴിവ്, വിദ്യാഭ്യാസം, സമൂഹം, ആളുകൾ. ഒരുപാട് കഴിയില്ല. ഫുഡ്. ഈ നമ്മൾക്ക് കിട്ടുന്ന മഴ ആവശ്യമുള്ളതാണോ? ക്ലൗഡ് ആവശ്യമുണ്ടോ? ഓസോൺ ലെയർ ആവശ്യമുണ്ടോ? എല്ലാം ഉണ്ട്. അല്ലേ? ഈ സ്പേസിലുള്ള മറ്റേ അതിനെന്താ പറയുന്നത്? സസ്യങ്ങള്. ഉൾക്കേട ആവശ്യമുണ്ടോ നമുക്ക്? കോമറ്റ്സ്, ആസ്ട്രോയിഡ്സ്, അത് നമ്മളെ ലൈഫ് ലിവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ? ഇല്ല. കോമറ്റുകളിലാണ് കൂടുതലും ലൈഫ് തുടങ്ങാനുള്ള ഫോഴ്സസ് വരുന്നത്, കാർബൺ ഫോഴ്സസ്. അപ്പോൾ നമ്മൾക്കൊരു സ്റ്റാർട്ടിങ് ലൈഫ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ഉൾക്ക എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ വരണമായിരുന്നു. അതായത് തിയറീസ് ഉണ്ട്, കാർബൺ ഫോംസ് വരണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഉണ്ടാവില്ല, ഒരു എലമെന്റൽ ഫോഴ്സ് വേണം ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ. സോ അത് ആവശ്യമുണ്ട്. സോ എവറിത്തിങ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ആൻഡ് ഔട്ടർ വേൾഡ് ഇൻ ദ യൂണിവേഴ്സ് എല്ലാം നമുക്കൊരു റിസോഴ്സ് ആണ്. അതായത് മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ പാരൻസ് നമ്മളെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായപ്പോ, ഒരു കുട്ടി വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായപ്പോ മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ആണുള്ളത്, അല്ലേ? ഒരെണ്ണം, യെസ്, ബീജം 1, പക്ഷെ എത്ര എണ്ണമാണ് ഉണ്ടായത്? സ്പേം കൗണ്ടുകൾ എത്രയായിരുന്നു? അതിൽ ഒരെണ്ണമായിരുന്നു. സോ യു ആർ നെവർ എ മിസ്റ്റേക്ക്. യു ആർ നെവർ എ മിസ്റ്റേക്ക്. ഇത്രയും മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടായിട്ട് ഒരു പോസിബിലിറ്റി ആണ്
ആയത്. സോ യു ആർ നെവർ എ മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഹോപ്പ് കൈവിടരുത് എന്ന് പറയുന്നത്. കാരണം ഇഫ് യു ആർ നോട്ട് എ മിസ്റ്റേക്ക്, എന്തോ ഒരു ഫോഴ്സ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് എത്തിച്ചെല്ലണം. നമ്മളൊന്ന് മനസ്സൊന്ന് വെച്ച് അതിലേക്കൊന്ന് ഫീല് ചെയ്തെടുത്താൽ മതി. ലൈഫ് അതിമനോഹരമാകും. നമ്മൾ എന്തുകൊണ്ടാണ് പോവർട്ടി സർക്കിളിൽ നിന്ന് നമ്മൾ മാറാത്തത്? ഡെറ്റ് ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? DEBT ഡെറ്റ് ട്രാപ്പ്. കടക്കിണി. യെസ്, വെരി ഗുഡ്, താങ്ക് യു. കടക്കിണി എന്ന് പറയില്ലേ? കടക്കിണി. ഡെപ്റ്റ്. ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങാത്തത്? നമ്മളുടെ ഫോക്കസ് ചിന്തിക്കുന്നത് കടത്തിലാണ്, വെരി ഗുഡ്. കടത്തെക്കുറിച്ചാണ് എപ്പോഴും. കടത്തിലാണ്. ഫീലിങ്സും എല്ലാം മാസാവസാനം കൊടുക്കേണ്ട കാശ്, ആ ലോൺ അടക്കേണ്ടത്, ഇത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചിന്ത എന്താ? മാത്രമാണ്. പക്ഷെ ഒന്ന് ചിന്ത മാറ്റി നോക്കിയാലോ, എനിക്ക് എവിടെ നിന്ന് ഇനി കാശ് ഉണ്ടാക്കാം? ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. എങ്ങനെ അടയ്ക്കണമെന്നാ ചിന്തിച്ചിട്ടുള്ളത്. അതാണ്. അപ്പൊ നമ്മൾ കിട്ടുന്ന കാശ് അതിലേക്ക് പോകും എന്നുള്ള രീതിയിലായി. നേരെ മറിച്ച് എനിക്ക് എങ്ങനെ ഇനിയും ഉണ്ടാക്കാം, അവിടെ ആർത്തിയുടെ എലമെന്റ് അല്ല വരുന്നത്, പോസിബിലിറ്റി, സാധ്യതകളുടെ എലമെന്റ് ആണ് അവിടെ വരുന്നത്. മനസ്സിലായോ? യോർ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ് വരുന്നത്. മനസ്സിലായോ? കാശില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ആര് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒന്ന് പണിയെടുക്കണോന്നുള്ളൂ. എന്ത്? പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനായിട്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. നമുക്കത് ശീലമില്ലാത്തോണ്ടാ. സാധ്യതകൾ ഇൻഫിനിറ്റ് ആണ്. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്ന സംഭവം മാനിഫെസ്റ്റേഷന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം അല്ലെങ്കിൽ കിട്ടേണ്ട ആ പൊസിഷൻ, കിട്ടേണ്ട കാശോ, എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ അഫർമേഷൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് എന്റെ അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ ആങ്കർ. ഓക്കെ, ഇവിടെ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ കാണാൻ പോകുന്ന ഒരു ഗോള്. ഓക്കെ, അത് ഓൾറെഡി ഞാൻ നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫീലിംഗ് എന്താണ്, അതാണ് ഞാൻ ഇവിടെ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്നൊക്കെ ഞാൻ മാനിഫെസ്റ്റേഷന് വേണ്ടി ഞാൻ ഇരിക്കാറുണ്ടോ, അന്നെല്ലാം ഞാൻ ഇത് അമർത്തിയിട്ടാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ എന്റെ അഫർമേഷൻ പറയുന്നത്. നീ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എനിക്കത് ഞാൻ ആഗ്രഹിക്കുന്ന സാധനം കിട്ടി, ഞാനത് ശരിക്കും ബിൽഡ് ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ബേസിക്. സോ മാനിഫെസ്റ്റേഷൻ ആവശ്യമുള്ളത് ഈ ഫീലിംഗ് ആണ്. സോ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഫീലിംഗിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അത് ആങ്കർ ചലിപ്പിച്ച് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗിൽ നിങ്ങൾ കിടന്നു നോക്ക്. നാളെ ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ ഡേ. Thank you. Thank you, sir. ഓക്കെ, സോ സ്വീറ്റ് ഡ്രീംസ്. നല്ല ഉറക്കം കിട്ടട്ടെ, നല്ല സ്വപ്നങ്ങൾ കാണട്ടെ, നല്ല ഉറക്കം കിട്ടട്ടെ. ഗുഡ് നൈറ്റ് and wake up to a brighter tomorrow. Thank you. Thank you, sir. Yes. Thank you so much. Anil sir, over to you. Thank you, sir. Thank you. Another wonderful day. ഇന്നലെയേക്കാൾ ഇന്ന് മനോഹരമായി. ഇനി നാളെ ഇതിലും മനോഹരമാകും. ഇപ്പൊ ഡേ ബൈ ഡേ better and better. in every way we are getting better and better. Yeah. Our knowledge is increasing, our experience is increasing. Our happiness increasing. Yes. We meet people who uplift above our dreams. നമ്മുടെ സ്വപ്നങ്ങൾക്കും അപ്പുറം ഉയർത്താൻ കഴിയുന്ന നല്ല നല്ല ആൾക്കാരുമായി നമ്മൾ ബന്ധസ്ഥായി. ഒറ്റ കാര്യം, നമ്മൾ 2 വർഷങ്ങൾക്ക് മുമ്പ് 1 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പരിചയമില്ലാത്തവരായിരുന്നു. We are connected each other through 3 words: NLP.
അപ്പൊ there is a purpose, there is a meaning in every meeting. We spread happiness everywhere. We are happy. നമ്മുടെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയും. So happiness in you, knowledge in you, so we can convey our idea, mission. അപ്പൊ ഒരിക്കൽ കൂടി സാറേ എന്തെങ്കിലും ടാസ്ക് കൂടി ഉണ്ടോ ഇവർക്ക് ചെയ്യാനായിട്ട്? സാറേ, ഇത് തുടങ്ങുന്നതിന് മുമ്പേ, നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കാണാമോ? ഒരു സെക്കൻഡ് സാറേ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. കാണത്തില്ല. സാറിന് അവിടെ മാം കാണാൻ പറ്റുന്നുണ്ട്. യെസ് എന്റെ ഫാമിലിയാണോ? അടുത്തേക്കുന്ന എന്റെ വൈഫാണ്. ഓക്കെ. അതിനടുത്ത് ഒരാളും കൂടെ ഉണ്ട്, കാണാമോ? മകളാണോ? മാമാണോ? ഷബാസാണ്. ഞങ്ങള് കുറച്ചു മുമ്പ് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിരുന്നു. ഓക്കെ. വെരി ഗുഡ്. അവിടുന്ന് നേരെ 8 മണിയായപ്പോ ചാടി വണ്ടിയെ കയറി ഇവിടെ പോന്നതാ. ഓക്കെ. യെസ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ പോകുന്നേക്കാൾ മുമ്പ് അനിൽ സാറ് റിലേഷൻഷിപ്സിന്റെ കാര്യം പറഞ്ഞു. ഇതില് ഒരു പണ്ടത്തെ ഒരു സെയിങ് ഉണ്ട്, നമ്മൾ പറയും ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയില്ലേ? അതിനേക്കാൾ ഒരു വലിയൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്. ദ ബ്ലഡ് ഓഫ് ദ കവനന്റ് ഇസ് തിക്കർ ദാൻ ദ വാട്ടർ ഓഫ് ദ വൂംബ്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന, പിന്നീട് ലൈഫിൽ ചൂസ് ചെയ്യുന്ന ബോണ്ടുകൾ അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ദ ബ്ലഡ് ഓഫ് ദ കവനന്റ് ഇസ് തിക്കർ ദാൻ ദ വാട്ടർ ഓഫ് ദ വൂംബ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇവിടെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓരോ റിലേഷൻഷിപ്സും അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ എവിടെയായിരിക്കും അത് വന്ന് ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറയാൻ പറ്റില്ല. സോ ആഗ്രഹിച്ചു കൊതിച്ചിരിക്കുക. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറേ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ സാറേ? എന്തെങ്കിലും അഫർമേഷനോ? അഫർമേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഉറങ്ങുന്നതിന് മുമ്പും എണീക്കുമ്പോൾ മരുന്ന് തരുന്ന പോലെയാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ സാറേ. ഉറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ആങ്കറും ചെയ്തിട്ട് കിടന്നുറങ്ങുക. സീ ദ ഡിഫറൻസ്. നിങ്ങൾ ആ ബ്യൂട്ടിഫുൾ ഫീലിങ്സ് ലാസ്റ്റ് മനസ്സ് പ്രോസസ് ചെയ്യുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ ഡ്രീമിലേക്കും നിങ്ങളുടെ സ്ലീപ്പിലേക്കും അടുത്ത 8 മണിക്കൂറിലേക്ക് പോകുന്നത്. സോ നല്ലൊരു ചിന്തയിൽ കിടക്കുക. അതുകൊണ്ടാണ് വഴക്കിട്ട് കിടക്കരുത് എന്ന് പറയുന്നത്. സന്തോഷമുള്ള ചിന്തകളിൽ കിടക്കുക. പിറ്റേ ദിവസം അതിമനോഹരമാകും. യെസ്. നൈറ്റ് അനിൽകുമാർ സാർ. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. Good night, sir. താങ്ക് യു വെരി Thank മച്ച്. you. Thank you so much. വെൽക്കം. ഗുഡ് നൈറ്റ്. ശരിക്കും ആ ആങ്കർ ചെയ്യുമ്പോഴേ എന്തോ ഒരു ഹാപ്പിനെസ്